വയനാട്ടിൽ കോൺഗ്രസിന്റെ പുനരധിവാസ പദ്ധതി വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയാണ് ഇടതുപക്ഷം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പുനരധിവാസ ഭൂമിയിൽ കുടിൽ കെട്ടി സമരം നടത്തി. സർക്കാർ നടപടി മൂലമാണ് നിർമ്മാണം വൈകിയതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം റവന്യൂ മന്ത്രി കെ രാജൻ തള്ളി. പദ്ധതി സമയബദ്ധമായി പൂർത്തിയാക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുന്നത്. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കല്ലിട്ട് നിർമ്മാണം തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മേപ്പാടി കുന്നമ്പറ്റയിലെ കോൺഗ്രസിന് ഉടമസ്ഥതയിലുള്ള ഭൂമിയാണിത്. ഇവിടെ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനം ഇതാ ഇത്രമാത്രം. ഭൂമി ഏറ്റെടുക്കലിനായി നൽകിയ അപേക്ഷയിൽ സർക്കാർ തീരുമാനം വൈകിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് റവന്യൂ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: എന്റെ മുമ്പിൽ അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ സ്വകാര്യ സംഭാഷണത്തിൽ എങ്ങനെയാണ് ഭൂമി കിട്ടുക എന്ന് അന്വേഷിച്ചിരുന്നു. ജനുവരി 1 യോഗത്തോടുകൂടി വളരെ ക്ലിയർ കട്ടായി. അത് കഴിഞ്ഞിപ്പോ 15 മാസം കഴിഞ്ഞു. നിർമ്മാണം തുടങ്ങാത്ത ഭൂമിയിൽ കുടിൽകെട്ടി സമരവുമായാണ് ഇന്ന് ഡിവൈഎഫ്ഐ എത്തിയത്. സംസ്ഥാനത്താകമാനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഇങ്ങനെ ഇവരുടെ ഈ കള്ളത്തരം, ഈ പണം പിരിച്ചു മുക്കി നുണ പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ കുടിൽ കെട്ടി സമരം നടത്താൻ പോവുകയാണ്. തറക്കല്ലിടൽ എന്നത് തട്ടിപ്പെന്നാണ് CPIM ആരോപണം. അതേസമയം സർക്കാർ ഉദ്ഘാടനം നടത്തിയ വയനാട് ടൗൺഷിപ്പ് എന്തുകൊണ്ട് ഇതുവരെയും താമസയോഗ്യമായില്ലെന്ന ചോദ്യത്തിന് ഡിവൈഎഫ്ഐ നേതാക്കളുടെ മറുപടി ഇങ്ങനെ: ടൗൺഷിപ്പിൽ നമ്മളിപ്പോൾ കണ്ടതല്ലേ, ടൗൺഷിപ്പ് 178 വീടുകളുടെ താക്കോൽ കൈമാറി. ആ വീടിനകത്ത് നിങ്ങളൊക്കെ കയറിയതാണ്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ അമിനിറ്റീസ് വർക്കുകൾ ഒരു വലിയ കാലവർഷക്കെടുതിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലാഗാണ് അതിന് പ്രയാസം ഉണ്ടായത്. കോൺഗ്രസ് ഏറ്റെടുത്ത പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. റിപ്പോർട്ടർ, വയനാട്.